നമസ്കാരം. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ വീഡിയോ പരമ്പര തുടരുകയാണ്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇപ്പോൾ ഒരു ലീഡായിട്ട് എടുത്തത്. വളരെയധികം ആളുകൾ ബോംബെയിൽ നിന്നും മദ്രാസിൽ നിന്നും UK നിന്ന് വരെയുള്ള മലയാളികൾ ഞങ്ങളെ വിളിച്ചിരുന്നു. വലിയ ആവേശത്തിലാണ് അവരെല്ലാം. കാരണം അവർ പറയുന്ന മറ്റൊന്നുമല്ല, 45 വർഷത്തെ ഒരു ഭരണ സംവിധാനം മാറി മറ്റൊരു സംവിധാനം വന്നു. അത് BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ എന്നുള്ളതല്ല അവരെയൊക്കെ ഒരു ആവേശപ്പെടുന്നത്. പുതിയൊരു ഭരണ സംവിധാനം വന്നു. അപ്പോൾ ആ ഭരണ സംവിധാനം കുറേയധികം കാര്യങ്ങൾ ചെയ്യുമോ തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൂടി കയ്യിലുള്ളപ്പോൾ നിരവധി നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. ശ്രീലേഖ IPS വെച്ചുകൊണ്ട് എന്തുകൊണ്ടൊരു ട്രാവൻകൂർ ഹെറിറ്റേജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനോ സ്ഥാപനമോ ഒക്കെ തുടങ്ങി തിരുവനന്തപുരത്തിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംവിധാനം ആലോചിച്ചുകൂടാ എന്നൊക്കെ ഉള്ള ഒരു വളരെ വ്യത്യസ്തമായ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 10-40 വർഷമായി താമസിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല, നഗരത്തിലെ 2-3 പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ, ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ 3-4 പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ അവസരം കിട്ടിയ ആളെന്നുള്ള നിലയിൽ നഗരം നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്തു പോകുന്നു. ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. 7 കുന്നുകളുടെയും നിരവധി കുളങ്ങളുടെയും, പാളയം കുന്ന്, ബാർട്ടൺ ഹിൽ, ലാക്കുളയിരിക്കുന്ന കുന്ന്, തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ഇരിക്കുന്ന കുന്ന്, അതുപോലെ തന്നെ പാളയം, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ പാളയം കുന്ന്, ഇങ്ങനെ തുടങ്ങിയ 6-7 കുന്നുകളുടെയും താമരക്കുളം, എരുമക്കുളം, പാത്രക്കുളം, മാഞ്ഞാലിക്കുളം, അതുപോലെ തന്നെ തുടങ്ങിയ നിരവധി കുളങ്ങളുടെയും ഒരു നാടായിരുന്നു തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ നന്നായി കുന്നിൻ പ്രദേശവും, അല്ലെങ്കിൽ കുന്നെന്ന് പറയും വലിയ മലകളല്ല, താരതമ്യേന ഉയർന്ന പ്രദേശവും അതിൻ്റെ താഴ്വര പ്രദേശങ്ങളായിട്ടുള്ള നല്ല നീർച്ചാലുകളും കുളങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. അവിടെ അശാസ്ത്രീയമായ നിർമ്മിതികൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും പ്രളയവുമെല്ലാം ഉണ്ടാകുന്നത്. പ്രളയം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളിൽ വല്ലപ്പോഴും വരുന്നൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് പ്രളയത്തെ നമുക്ക് മാറ്റി നിർത്താം. വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും തമ്പാനൂരിലെയും ഈസ്റ്റ് ഫോർട്ടിലെയും നിരവധി ഇടറോഡുകളുടെയും, അത് പലരും ആരും ചർച്ച ചെയ്യുന്നില്ല. തമ്പാനൂരിലെ വെള്ളപ്പൊക്കം ചർച്ച ചെയ്യും, ഈസ്റ്റ് ഫോർട്ടിലെ കിഴക്കേക്കോടിലെ വെള്ളപ്പൊക്കം ചർച്ച ചെയ്യും. പക്ഷേ അതേസമയം ഇടറോഡുകളിൽ വലിയ തോതിലാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്. അത് വെള്ളപ്പൊക്കമെന്ന് പറയാൻ കഴിയില്ല, വെള്ളക്കെട്ടുണ്ടാകുന്നു. എന്തുകൊണ്ട് ഈ വെള്ളക്കെട്ടുണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ശാസ്ത്രീയമായ അറിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ, ബിജു പ്രഭാകരൻ ആയിരുന്നു അന്ന്. അദ്ദേഹം ഇപ്പോൾ റിട്ടയറായി, രണ്ടുപേരും റിട്ടയറായി. ജിജി തോംസൺ റിട്ടയറായി, ബിജു പ്രഭാകരൻ റിട്ടയറായി. ബിജു പ്രഭാകരൻ ജില്ലാ കളക്ടറായിരുന്നപ്പോൾ ദുരന്ത നിവാരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തിൻ്റെ വെള്ളക്കെട്ടിനെയും വെള്ളപ്പൊക്കത്തെയും കുറിച്ചൊരു പഠനം നടത്താൻ എനിക്ക് കൂടി അവസരം കിട്ടിയിരുന്നു. അങ്ങനെ പഠനം നടത്തിയതിൻ്റെ ഭാഗമായി നിരവധി ശുപാർശകൾ നൽകിയിരുന്നു. ആ ശുപാർശകളിൽ അവരുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബിജു പ്രഭാകരൻ്റെയും ജിജി തോംസൻ്റെയൊക്കെ ശുപാർശകളുണ്ട്, അവരുടെ പഠനങ്ങളുണ്ട്, ഇറിഗേഷൻ വകുപ്പിൻ്റെ പഠനങ്ങളുണ്ട്, അവരുടെ കണ്ടെത്തലുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ അധികം പ്രവർത്തനങ്ങൾ നടത്തിയത്. ആയുർവേദ കോളേജ്, തിരുവനന്തപുരം ആയുർവേദ കോളേജിൻ്റെ അവിടെ വീഴുന്ന മഴവെള്ളവും അത് തമ്പാനൂരിലെത്തുന്നു. അതുപോലെ തന്നെ തമ്പാനൂരിനടുത്തുള്ള എരുമക്കുളം, അതായത് ചെങ്കൽ ചൂളയ്ക്കടുത്തുള്ള എരുമക്കുളം ഉണ്ടായിരുന്നപ്പോൾ വെള്ളം ശേഖരിച്ചിരുന്നു. അത് എരുമക്കുളം നഷ്ടപ്പെട്ടപ്പോൾ അവിടെയുള്ള വെള്ളവും തമ്പാനൂരെത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നന്ദാവനം പോലീസ് ക്യാമ്പസിനകത്ത് ഒരു താമരക്കുളം വലുതായിട്ടുണ്ടായിരുന്നു. പാളയം ഭാഗത്തെ കുറേ വെള്ളം വന്നിരുന്നത് ആ കുളത്തിലേക്കായിരുന്നു. അത് നികത്തപ്പെട്ടു പോയപ്പോൾ ഇങ്ങനെ നിരവധിയായ നീർച്ചാലുകൾ നികത്തി ജലസ്രോതസ്സുകൾക്ക് കുറുകയും നെടുകയും യാതൊരു ലക്ഷ്യബോധമില്ലാതെ റോഡുകളൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിൻ്റെ ദുരന്ത ഫലമാണെന്ന് കാണുന്നത്. എന്നാൽ ഒരുപാട് പരിഹാര മാർഗങ്ങൾ അന്ന് നിർദ്ദേശിച്ചിരുന്നു. കുറേ കാര്യങ്ങൾ നടന്നു. ഞങ്ങൾ നന്നായി സർവേ തരത്തിരുന്ന 4-5 എഞ്ചിനീയർമാരും ഞാനൊക്കെ ഉൾപ്പെടെ ചേർന്ന്, ഒരു സോയിൽ കൺസർവേഷനിൽ നിന്നും സോയിൽ സർവേ എന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ളൊരു സാറുമൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ സർവേ ഒക്കെ നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നടത്തി ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അതിനകത്തും ഉള്ള പ്രശ്നം, കുറച്ച് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് SS കോവിൽ റോഡ്, തമ്പാനൂർ, അതുപോലെ തന്നെ തമ്പാനൂരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഈസ്റ്റ് ഫോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഉള്ള വെള്ളത്തിൻ്റെ നീരൊഴുക്ക് ക്രമപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും ഗ്രൗണ്ട് വാട്ടർ റീചാർജും
കോർപ്പറേഷൻ്റെയും പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെയും വലിയൊരു നിയമബാധ്യതയാണ്. 2004 മുതൽ, അപ്പോൾ മുതലാണ് ഞാൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ സ്റ്റേറ്റ് മാനേജറും ഡയറക്ടറും ഒക്കെ ആയിരുന്നു. തുടർന്ന് ആ സമയത്ത് ഇതിന് സംസ്ഥാനത്ത് വന്നൊരു നിയമമാണ്, ആ കാലഘട്ടത്തിൽ വന്നൊരു നിയമമാണ്. എല്ലാ 2000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ വീട് വെക്കുന്നവരെല്ലാം, 1000 ആയിരുന്നു ആദ്യം, പിന്നെ അത് 2000 ആക്കി, വീട് വെക്കുന്നവരെല്ലാം മഴവെള്ള സംഭരണം നിർബന്ധമാക്കണം. തീർച്ചയായും തിരുവനന്തപുരത്ത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വെള്ളം കൊടുക്കുന്ന സംവിധാനം വരുന്ന ഇടങ്ങളിലൊക്കെ, അതുപോലെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനും ഗ്രൗണ്ട് വാട്ടർ റീചാർജിനും വലിയ സാധ്യതയാണുള്ളത്. മേലെ തമ്പാനൂർ എന്നറിയുന്ന തൈക്കാട് ഭാഗത്തുള്ള സംഗീത കോളേജിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ പഞ്ചായത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്ന കപിൽ എന്ന് പറയുന്ന ഒരു ആളിൻ്റെ വീട്ടിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വീട്ടിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒഴിവായി. ഇപ്പോൾ അത് എല്ലാ പത്രങ്ങളിലും ഒക്കെ വലിയ വാർത്ത വന്നതായിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ സാങ്കേതിക സഹായം സൗജന്യമായി പറഞ്ഞു കൊടുത്തത്. അത് ഗ്രില്ലറകൾ പോലെ 1 മീറ്റർ നീളം വീതിയിൽ ഒരു ഗ്രില്ലറ തീർത്ത് മുഴുവൻ വെള്ളവും ഭൂമിക്കടിയിലേക്ക് കടത്തിവിടും. ഗ്രൗണ്ട് വാട്ടറിൻ്റെ റീചാർജ് കൂട്ടാൻ പറ്റും, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റും, കൊതുകടി ഒഴിവാക്കാൻ പറ്റും, റോഡിലേക്ക് എല്ലാ വെള്ളവും വിടുന്ന സംവിധാനം ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓടകൾ, വ്യാപകമായി ഓടകൾ കയ്യേറിയ സ്ഥലങ്ങളുണ്ട്, ഓടകൾ നികത്തിയ സ്ഥലങ്ങളുണ്ട്, ഓടകളിൽ വ്യാപകമായി മാലിന്യം കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓടകളുടെ നീരൊഴുക്കും ശരിയല്ല. അതുപോലെ തന്നെ ഇങ്ങനെയല്ല ഓടകൾ നിർമ്മിക്കേണ്ടതും. തമിഴ്നാട്ടിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പോലെ വളരെ ശാസ്ത്രീയമായി ഓട നിർമ്മാണം നടത്തേണ്ടതുണ്ട്. അതുപോലെ റോഡിൽ വീഴുന്ന മഴവെള്ളത്തെയും ഗ്രൗണ്ട് വാട്ടർ റീചാർജാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട്. പല നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ കൈവശമുണ്ട്. കോർപ്പറേഷൻ്റെ മേയർ വി രാജേഷും അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും നിരവധി സ്ഥലങ്ങളിൽ പ്രചരണത്തിന് പോയപ്പോൾ അവിടെ ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വെള്ളക്കെട്ട്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തെ റെസിഡൻസ് അസോസിയേഷനുകളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യക്തികൾ, നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കൂടി സമീപിക്കണം. ഞങ്ങൾ അതിൻ്റെ സാങ്കേതികമായ വിദ്യ പറഞ്ഞു തരാം. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്ക് പണം തരാൻ കഴിയില്ല. അത് കോർപ്പറേഷനും ഗവൺമെൻറ്റും ഒക്കെ സംവിധാനത്തിൽ വരേണ്ടതാണ്. പക്ഷേ സാങ്കേതികമായ വിദ്യ ഞങ്ങൾ പറഞ്ഞു തരാം. വീടുകളിൽ ചെയ്യാൻ പറ്റും, ഒരു പ്രദേശമെടുത്താൽ പ്രദേശത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും പിടിക്കുന്നതിനുള്ള ഒരു മഹാ പ്രൊജക്റ്റ് ഓപ്പറേഷൻ അനന്ത കേരള സർക്കാരിൻ്റെ പ്രൊജക്റ്റായിരുന്നു. ഓപ്പറേഷൻ അനന്ത പോലെ മറ്റൊരു പ്രൊജക്റ്റ് ഈ വെള്ളത്തെ പിടിക്കുന്നതിനുള്ള ഒരു പ്രൊജക്റ്റ്, അതായത് കൊതുക് വളർത്തൽ ഒഴിവാക്കുന്നതിനും വളരുന്നത് ഒഴിവാക്കുന്നതിനും വെള്ളക്കെട്ട് കിടക്കുന്നതിനും ട്രാഫിക് ജാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നത്, വെള്ളപ്പൊക്കവും. അത് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തമ്പാനൂരിൽ കുറേ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വലിയ മഴ വരുമ്പോൾ വീണ്ടും ഭീഷണിയുണ്ട്. ഇതിന് എതിരെയുള്ള നല്ല ഒരു പ്രതിരോധ പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ജനങ്ങളും കൂടി സഹകരിച്ചാൽ മാത്രമേ അത് സമ്പൂർണ്ണമാക്കാൻ കഴിയുകയുള്ളൂ. കാര്യം സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഒക്കെ കൂടി സഹകരിക്കണം. അങ്ങനെ സഹകരിച്ചാൽ സമ്പൂർണ്ണമായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന, വെള്ളപ്പൊക്കം ഒഴിവാക്കുന്ന, നിയന്ത്രിക്കുന്ന, പ്രതിരോധിക്കുന്ന ഒരു നഗരമാക്കി മാറ്റാൻ കഴിയും. ഇതിന് കോർപ്പറേഷൻ മുൻകൈ എടുക്കുമെന്ന് തന്നെ കരുതട്ടെ.